ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടർക്കിഷ് ദോശയാണേ. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് ഒരു പൊട്ടറ്റയാണ്. ഞാനൊരു വലിയ പൊട്ടറ്റ എടുത്തിട്ടുണ്ട്, ഒരു ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ നന്നായിട്ട് വേവിച്ചിട്ട് കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം പൊടിച്ചെടുത്താലും മതിയാവും. ഇനി വേണ്ടത് നമുക്ക് ഒരു ബൗളെടുക്കാം. ബൗളെടുത്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ ഒരു മുട്ട അതിനകത്തേക്ക് നമ്മൾ പൊട്ടിച്ച് ഒഴിക്കണം. ഒരു കോഴിമുട്ടയാണ് നല്ലത് കേട്ടോ. ഇനി വേണ്ടത് നമ്മളൊരു 3/4 കപ്പ് പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 3 കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് റെഡിയാക്കുക. ഇനി അതിനകത്തേക്ക് ഇടേണ്ടത് നമ്മൾ എത്ര പാലൊഴിച്ചോ അത്രയും ഗോതമ്പ് പൊടി അതിനകത്തേക്ക് ഇടണം. അപ്പോൾ ഗോതമ്പ് പൊടി പാലിൻ്റെ അത്ര വേണമെങ്കിൽ നമുക്ക് വീണ്ടും പാലൊഴിച്ച് കൊടുക്കാം. പക്ഷേ ഇപ്പം 3/4 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് അതിനെ എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ സവോള ഒരെണ്ണം ഇടുക. അതൊരു മീഡിയം സൈസ് സവോള മതി. അതിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക് കുനുകുനാന്നരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇത്തിരി എരിവൊക്കെ ഒന്ന് ഇടയ്ക്ക് കടിച്ചില്ലെങ്കിൽ നമുക്ക് ഏത് ദോശയെന്ന് പറഞ്ഞാലും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ടുണ്ട് കുറച്ചേറെ മല്ലിയിലയാണേ. മല്ലിയില നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതും അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പല ഇതും നമുക്ക് ട്രൈ ചെയ്യാം. ആ കൂട്ടത്തിൽ നമുക്ക് ഈ ദോശ ഒരു നല്ല ടേസ്റ്റി ദോശയായിരിക്കും. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണേ. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനിയും നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇത് എന്തൊരു മിക്സിങ്ങാന്ന് ഓർക്കരുതേ. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി അത് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഏകദേശം നമ്മുടെ മിക്സിങ്ങിനുള്ള എല്ലാ സാധനവും ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയൊന്നും മിക്സ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആയത്. ഇത്രയും ഇല്ലായിരുന്നു, കട്ടിയായിരുന്നു. അപ്പോൾ കുറച്ച് പാലൊഴിച്ചു. ഇനി നമ്മൾ പാനടുപ്പ് വയ്ക്കുക. ചൂടായതിന് ശേഷം നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി സംഭവങ്ങളാണ് എല്ലാം, അല്ലേ? മുട്ട, പാല്, പിന്നെ മല്ലിയില, എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് ആകുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വെച്ചത്. നന്നായിട്ട് ദോശ ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുന്നതിനും വലിയ വിഷമമൊന്നുമില്ല. നന്നായിട്ട് നമ്മുടെ കല്ലിൽ നിന്ന് തീർച്ചയായിട്ടും വിട്ടു വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ പരീക്ഷിച്ചതാണ്. പിന്നെ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് മുട്ട ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. മുട്ട എപ്പോഴും എന്തിൻ്റെ കൂടെ ആഡ് ചെയ്താലും അതിനൊരു കളർ ചേഞ്ച് വരും. അതുകൊണ്ട് ഇത് കരിഞ്ഞതാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമോ വരത്തില്ല. ഒക്കെ ഞാനെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളിത് കാണിക്കുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് 100% ഉറപ്പ് തരാം. ഇന്ന് മറിച്ചിടുക. അപ്പോൾ നല്ല പൊളി കണ്ട, നല്ല അടിപൊളി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടർക്കിഷ് ദോശ എടുത്ത് നമ്മളതിനെ അങ്ങോട്ട് വയ്ക്കുന്നു. നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഒരെണ്ണം പോരാ, 2 എണ്ണം കഴിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണ്ട് കേട്ടോ. 2 എണ്ണം കഴിച്ചാൽ മതി. അപ്പോൾ ഒരെണ്ണം കൂടെ നോക്കി ഒരെണ്ണം കൂടെ ഇത് ചെയ്തു. നല്ല ഭംഗിയായിട്ടത് വരും. മറച്ചിട്ട് കൊടുക്കാം. അതും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ
ടർക്കിഷ് ദോശ 2 റെഡി ആയിട്ടുണ്ട്. രാവിലെ ഖുഷിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ധാരാളം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ടർക്കിഷ് ദോശ റെഡി. 2 ദോശ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല ഫിറ്റായിട്ട് കഴിക്കാനുള്ളതുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതിന് സൈഡ് ഡിഷിൻ്റെ ഒന്നും കാര്യമില്ല. ഇനി അത്യാവശ്യം വേണ്ടവർക്ക് വേണമെങ്കിൽ ചമ്മന്തിയോ അല്ലെങ്കിൽ മുളകോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഒന്നുമില്ലെങ്കിലും നമ്മുടെ മുട്ടയും പാലും ഒക്കെ കൂടെ ഉള്ള ആ ഒരു നല്ല കോമ്പിനേഷൻ ഇതിൻ്റെ ടേസ്റ്റിനെ അധികരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്.